എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവൾക്ക് വേണ്ടി ഒരുപാട് ചിലവാക്കി, ലക്ഷങ്ങൾ ചിലവാക്കി. എത്രയാ ചിലവാക്കി എന്നുള്ള എല്ലാത്തിൻ്റെ യഥാർത്ഥ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കാലുകൾക്കേ ക്ഷതം പറ്റിയിട്ടുള്ളൂ, എൻ്റെ തലയ്ക്കും പറ്റിയിട്ടില്ല, എൻ്റെ കണ്ണിനും പറ്റിയിട്ടില്ല, എൻ്റെ കൈക്കും പറ്റിയിട്ടില്ല. എല്ലാ റെസിപ്റ്റിലും എൻ്റെ ഒപ്പോട് കൂടിയാണ് പോയത്. ഓരോ ഹോസ്പിറ്റലിലും എൻ്റെ ഡയപ്പർ അടക്കം എല്ലാത്തിൻ്റെ കണക്കും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന കള്ളക്കണക്കല്ല യഥാർത്ഥ കണക്ക്, ശരിയായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് എവിടെ നിന്നൊക്കെ പോയതെന്നുള്ള എല്ലാത്തിൻ്റെ കണക്കും എൻ്റെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, ആ പണവും എവിടെ നിന്നാണെന്നുള്ളത് എൻ്റേത് തന്നെയാണ്. അതും തെളിയിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്ന് അന്വേഷിച്ചാൽ മതിയോ, എല്ലാത്തിനും കിട്ടും. സത്യം മൂടി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അതെപ്പോഴായാലും പുറത്തു വരും. ഒരു കാര്യം കൂടെ, എല്ലാവരും ഇവിടെ നിന്ന് എന്നെ സാക്ഷി നിർത്തി തന്നെ ഫോൺ വിളിക്കുന്നുണ്ട്, പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും. ഒരു വാക്കേ അവർ പറയുന്നുള്ളൂ, എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, ആ വൈദ്യര് എൻ്റെ മകളുടെ ശബ്ദം ഒരാളും പുറത്തും കേൾക്കരുത്, ആ വൈദ്യരെ ഇല്ലായ്മ തന്നെ ചെയ്യണം. എനിക്ക് ഇവിടെ നിന്ന് ഒരു മനുഷ്യരോട് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ പറയാനോ അറിയാനോ അത് അറിയാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാത്തതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എനിക്ക് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടി വന്നത്, ഒരാൾ അറിയണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ പത്രസമ്മേളനത്തിന് പോലും എൻ്റെ വോയിസ് കേൾക്കരുത്, സത്യവും കള്ളവും തിരിച്ചറിയരുത് എന്നുള്ള പേരിൽ എന്നെപ്പോലും ഇവിടെ അടച്ചിട്ടിട്ടാണ് പോയേക്കുന്നത്. അതും എന്നെക്കുറിച്ച് എൻ്റെ മോനോട് പോലും സ്ക്രിപ്റ്റഡായിട്ട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരും നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് പോയത്. ചിരിക്കണോ കരയണോ എന്നറിയില്ല. എൻ്റെ ശബ്ദം പുറത്തെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ ചെയ്തത്, സഫർ ചെയ്തത്. എന്നിട്ട് ആ ശബ്ദം പോലും ഇപ്പോഴും അവർ പുറത്ത് എത്തിക്കാനല്ല നോക്കുന്നത്. എന്നോട് സിമ്പതി കാണിച്ചതിൻ്റെ, എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിച്ചതിൻ്റെ പേരിലാണ് ആ വൈദ്യരെ ഇത്രത്തോളം ക്രൂശിക്കുന്നത്. ആ വൈദ്യരെ ഇനി ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. ഉള്ള അധികാരവും പണവും എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാ കള്ളക്കേസുകളും കേസുകളായിട്ട് അത് എടുക്കാൻ പോലും പറ്റില്ല, പരാതികളും എല്ലാം മാനിപ്പുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു കാര്യം, എന്നെ മനസ്സിലാക്കിയതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലും മാത്രമാണ്